വസ്തുതാവിരുദ്ധമായ ചർച്ചയാണ് ഇപ്പൊ മാതൃഭൂമിയിൽ നടക്കുന്നത്. പറയൂ, വസ്തുത അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയൂ. അഭിലാഷ് പറഞ്ഞോളൂ. വളരെ കൃത്യമായി ഇന്നലെ കൂടിയ സിൻഡിക്കേറ്റിൽ വൈസ് ചാൻസലർ ഈ പറയുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീ രാജു പി നായർ അതിന്റെ നിയമവശം പറഞ്ഞു. റിപ്പോർട്ടിംഗ് നടക്കുക മാത്രമല്ല, ഇതിന്റെ പകർപ്പ് കോപ്പി കൃത്യമായി എല്ലാ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. ആ സമയത്താണ് ഇടതുപക്ഷത്തിന്റെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇതല്ല വിഷയം, ഇതിന് പകരം ഈ പറയുന്ന സസ്പെൻഷൻ പിൻവലിക്കണം എന്നുള്ളത് ആവശ്യമായിട്ട് മുന്നോട്ട് വന്നത്. അതവിടെ നിൽക്കട്ടെ. മറ്റൊന്ന് ശ്രീ സമ്പത്ത് ഉന്നയിച്ച വേറൊരു വിഷയമുണ്ടല്ലോ. സമ്പത്ത് പറഞ്ഞു വൈസ് ചാൻസലർ ഇല്ലെങ്കിൽ സിൻഡിക്കേറ്റ് കൂടാം. സാർ കൂടാം, പക്ഷെ ആരുടെ അധ്യക്ഷത കൂടണം? വൈസ് ചാൻസലർ നിർദ്ദേശിക്കുന്ന ആളിൻ്റെ അധ്യക്ഷത കൂടണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് സമാന്തര സിൻഡിക്കേറ്റ് എന്ന് ഞാനുള്ള വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിച്ചതാണ്. അതുകൊണ്ട് താങ്കൾ എത്ര നിയമം പറഞ്ഞാലും ഇതിന് നിയമത്തിൻ്റെതായ ഒരു സാധ്യതയില്ല. ഞാൻ എൻ്റെ ഭാഗം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ശ്രീ അഭിലാഷ് മോഹനൻ, ശ്രീ സമ്പത്ത് വേറൊരു കാര്യം കൂടി എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു. അദ്ദേഹം വീണ്ടും ഭാരതാംബ എടുത്തിടുന്നുണ്ട്. സമ്പത്തിനുള്ള കൃത്യമായ മറുപടി ഇന്നലെ കോടതി പറഞ്ഞിട്ടുണ്ട്, ഹൈക്കോടതി ജഡ്ജി പറഞ്ഞിട്ടുണ്ട്. വളരെ ദൗർഭാഗ്യകരമാണ് ഈ നറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് പറയാനില്ല. അതുകൊണ്ട് ആ വിഷയം ഇവിടെ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിഷയത്തിൽ എങ്ങനെയാണ് മതചിഹ്നമാണ് എന്ന് പറയുക എന്ന ചോദ്യം കോടതി ചോദിച്ചു. കോടതി അതല്ലാതെ ഭാരതാംബ എന്ന ചിഹ്നത്തെ ഈ നറേറ്റീവ് അല്ലേ CPIയുടെ മന്ത്രിയായിട്ട് ശ്രീ സമ്പത്ത് വരെ വന്നിരുന്നു പറയുന്നത്? അല്ല, കോടതി ഇതേ നറേറ്റീവ് അല്ലേ കഴിഞ്ഞ കോടതി വാദത്തിനിടെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇപ്പോ ലോ ഓഫ് ദ ലാൻഡ് ആയി നാളെ മുതൽ ഭാരതാംബ ചിത്രം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഉപയോഗിക്കണമെന്നോ അതൊരു ദേശീയ ചിഹ്നമായി പ്രഖ്യാപിക്കണമെന്നോ ഒന്നുമില്ല. കോടതി വാദത്തിനിടെ ഒരു ചോദ്യം ചോദിച്ചതാണ് താങ്കൾ കോട്ട് ചെയ്തത്. നമ്മുടെ വിഷയം ഇപ്പൊ അതല്ല, ആ വിഷയം നമ്മളൊന്ന് ചർച്ച ചെയ്തതാണ്. അഭിലാഷ് മോഹനൻ, ശരി അഭിലാഷ്, ഞാൻ പൂർത്തീകരിച്ചോട്ടെ. എന്തായാലും ബഹുമാന്യനായ ഗവർണർ പങ്കെടുത്ത ഒരു സ്വകാര്യ ചടങ്ങിൽ ഈ ഭാരതാംബ വന്നതായിരുന്നല്ലോ സമ്പത്തിൻ്റെയും പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും പ്രശ്നം. സ്വകാര്യ ചടങ്ങിൽ അത് നമ്മൾ ചിന്തിക്കണം. അത് നിൽക്കട്ടെ അവിടെ. നിലവിൽ സത്യത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയത്തൊന്നുമല്ല അഭിലാഷ്. സത്യത്തിൽ ഞാനും ശ്രീ രാജു പി നായരും അഭിലാഷ് മോഹനും കേരളത്തിലെ പത്രമാധ്യമങ്ങളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കെണിയിൽപ്പെട്ടിരിക്കുക. ഇതാണ് സത്യം. നിലവിൽ ഈ വിഷയത്തിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലെന്നേ. ഇത് യൂണിവേഴ്സിറ്റിക്കുള്ളിലെ അല്ലെങ്കിൽ സർവകലാശാലയ്ക്കുള്ളിലെ ഒരു കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള തർക്കമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റുമായിട്ടുള്ള ഒരു സിൻഡിക്കേറ്റും മാത്രമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. വരാൻ പോകുന്ന എത്ര കാലം ഇത് കോടതി ഇറങ്ങിയാലും ഇതിന് പരിഹരിക്കാൻ പോകുന്നില്ല ഈ പ്രശ്നം. കാരണം ഇത് വളരെ കൃത്യമാണ്. ഇതിനകത്തെ കാര്യങ്ങളും നിയമങ്ങളൊക്കെ ശ്രീ സമ്പത്ത് പറയുന്നൊന്നുമല്ല ഇതിൻ്റെ കാര്യങ്ങൾ. ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ഇതാണ്. വരാൻ പോകുന്ന കുറേ കാലം ഈ വിഷയം ചർച്ച ചെയ്ത് ഇവർക്ക് മുമ്പോട്ട് പോകണം. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഇത് ജനങ്ങളുടെ ശ്രദ്ധ വഴിമാറ്റുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ചർച്ച എന്നേ. അങ്ങനെയാണെങ്കിൽ ഷാജി രാഘവൻ ഗവർണർ ഇതിൽ നിന്ന് പിന്മാറിയാൽ ശരി, സിൻഡിക്കേറ്റ് എന്തെങ്കിലും തീരുമാനമെടുത്താൽ മുമ്പോട്ട് പോട്ടെ, യൂണിവേഴ്സിറ്റിയിലെ ഒരു കസേരയുടെ കാര്യമല്ലേ എന്ന് വിചാരിച്ചാൽ കൃത്യമായ മറുപടി നമ്മൾ അവിടെ അവസാനിപ്പിക്കണമായിരുന്നു. താൽക്കാലിക വിസിയുടെ കേരളത്തിലെ ചുമതല കൈമാറിയ സിസാർ തോമസിന് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ പറ്റുന്നില്ല. താൽക്കാലിക വിസിയായ മോഹൻ വിദേശ സന്ദർശനം കഴിഞ്ഞു വരുമ്പം യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ കഴിയുമോ എന്നറിയില്ല. അദ്ദേഹത്തെ തടയുന്ന സാഹചര്യം വരുന്നു. സിൻഡിക്കേറ്റിനെ VC അനുകൂലിക്കുന്നില്ല. അപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങളും മറ്റ് ഭരണ ചുമതലയുള്ള ആളുകളും ഒരു തരത്തിൽ തടയുന്നു, അല്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു. വിദ്യാർത്ഥി സംഘടനകൾ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു. ആകെ കലാപ കലുഷിതമാകുന്നു കേരള സർവകലാശാല അങ്കണം, കേരള സർവകലാശാലയുടെ ഭരണ കേന്ദ്രം. ഇത് എല്ലാ തരത്തിലുമുള്ള സ്തംഭനത്തിനിടയാക്കും. അക്കാഡമിക് ആക്ടിവിറ്റീസിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരിടത്ത് ഈ വടംവലി എത്ര കാലം മുന്നോട്ട് പോകും എന്നുള്ളത് പ്രശ്നമാണ്. രാഷ്ട്രീയം വേറെ. അഭിലാഷ് മോഹനൻ, കേരളം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട അഭിലാഷ് മോഹനൻ, ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയണം. നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ശ്രീ അനിൽകുമാറിന് ഉള്ള പ്രിവിലേജ് അല്ലല്ലോ ഞാൻ ചോദിച്ചോട്ടെ, ഈ നമ്മുടെ നാട്ടിലെ ആശുപത്രികളിൽ സൂചി തൊട്ട് മൂക്കി വെക്കാനുള്ള പഞ്ഞ് വരെ മേടിച്ചുകൊണ്ട് ചെല്ലണം. ഇതാണ് ഈ ആശുപത്രിയിലെ സാഹചര്യമെന്ന് ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ആ പ്രൊഫഷനോട് സത്യസന്ധത പുലർത്തിയ ഒരു ഡോക്ടർ ഹാരിസ് ചിറക്കൽ, അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ നമ്മുടെ ബ്യൂറോക്രസിയുടെ അതിന്റെ വലിയ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ്. അതിനെ വളഞ്ഞിട്ട് നമ്മൾ ആക്രമിച്ചില്ലേ? എന്തുകൊണ്ട്? ഞാൻ ചോദിക്കുന്നത് ഈ അനിൽകുമാറിന് കിട്ടിയ പരിരക്ഷ നിങ്ങൾ ഈ ഹാരിസ് ചിറക്കലിന് കൊടുത്തില്ലല്ലോ. കൊടുത്തോ? ഇദ്ദേഹം എന്താ ചെയ്തത്? ഗവൺമെന്റിന്റെ ഹെഡിനെയാണ് അപമാനിച്ചത്. ഈ പറയുന്ന അനിൽകുമാർ രജിസ്ട്രാർ, അദ്ദേഹത്തിന് കിട്ടിയ പ്രിവിലേജ്, അദ്ദേഹത്തിന് കിട്ടിയ സംരക്ഷണം, അദ്ദേഹത്തിന് കിട്ടിയ ഇമ്മ്യൂണിറ്റി, മാധ്യമങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്ന ഈ പരിവേഷം ഉണ്ടല്ലോ, ഇതെന്തേ പാവപ്പെട്ട ഹാരിസ് ചിറക്കലിന് കിട്ടിയില്ല?
ഇവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വളഞ്ഞിട്ട് ആക്രമിച്ചില്ലേ? ഇവർ രണ്ടും ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റാണ്, ശരിയാണെങ്കിൽ ശരിയാണ്. ഇത് പറയാനുള്ള ആർജവം സമ്പത്തിനുണ്ടോ, രാജു പി നായർക്കുണ്ടോ? ഞാൻ രണ്ടുപേരോടും ചോദിക്കുകയാണ്. കാരണം ആ അർത്ഥത്തിൽ വേണം കേരളത്തിൽ ചർച്ച ചെയ്യാൻ. ബ്യൂറോക്രസിയുടെ ഭാഗമാണ് ഇവർ രണ്ടും. ഒരു ഭാഗത്ത് ഈ നാടിനെ സ്നേഹിച്ച ഒരു ഡോക്ടർ നിലവിലുള്ള കേരളത്തിലെ ആരോഗ്യ മേഖലയെപ്പറ്റി വളരെ കൃത്യമായ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ വളഞ്ഞിട്ട് ആക്രമിച്ചില്ലേ മുഖ്യമന്ത്രി തൊട്ട് പാർട്ടി നേതൃത്വം വരെ? പക്ഷേ നമ്മൾ ആലോചിക്കണം, ഈ സംസ്ഥാനത്തിൻ്റെ ഹെഡിനെ, പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഹെഡാണ് ഈ ഗവർണർ, അല്ലാതെ BJP-യുടെ ഗവർണറല്ല. ആ ഗവർണറെ ഈ ബ്യൂറോക്രസിയിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, രജിസ്ട്രാർ, നിങ്ങൾ എന്തൊക്കെ പറയാം, സിൻഡിക്കേറ്റാണ് അദ്ദേഹത്തെ വെച്ചത്, സിൻഡിക്കേറ്റിന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന രജിസ്ട്രാർ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അദ്ദേഹം ബ്യൂറോക്രസിയുടെ ഭാഗമാണ് സുഹൃത്തെ. സമ്പത്ത് എന്താ മനസ്സിലാകാതെ പോകുന്നത്? അദ്ദേഹം വളരെ മനഃപൂർവ്വമായി കേരളത്തിൻ്റെ ഗവർണറെ, ഈ ഗവൺമെൻറ്റിൻ്റെ ഹെഡിനെ, ഇതിൻ്റെ തലവനെയല്ലേ അപമാനിച്ചത്? അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഈ ഇമ്മ്യൂണിറ്റിയും ഈ പറയുന്ന ഇതൊക്കെ എന്തേ ഈ പറയുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ നമ്മുടെ കേരളത്തിലെ സംസ്ഥാനത്തിന്റെ ഭരണ തലവനായ ഗവർണർ അവിടെ അവഹേളിക്കപ്പെട്ട ഒരു രജിസ്ട്രാറുടെ നടപടി മൂലം എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഈ വിഷയം ഫേസ്ബുക്കിൽ ഇട്ടത് മുതൽ മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളും അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ മുഖ്യധാര മാധ്യമങ്ങൾ എല്ലാവരും പിന്തുണ കൊടുക്കുകയായിരുന്നു. അത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വിമർശിച്ച ഘട്ടത്തിലാണെങ്കിലും അതിന് മുമ്പാണെങ്കിലും ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച വിഷയവും അതിന്റെ പ്രാധാന്യവും ഒക്കെ വളരെ സവിസ്തരം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോ നടക്കുന്ന പോരിൽ പ്രത്യേകിച്ച് ഒരു പക്ഷം എന്നുള്ളതിനപ്പുറത്ത് വിഷയങ്ങൾ ചർച്ച ചെയ്ത് പോട്ടെ എന്നുള്ളതേ ഉള്ളൂ. അതിലൊരു പക്ഷത്തിന്റെ പ്രസക്തിയില്ലല്ലോ.